നല്ല ഗോപ്രോ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നിപ്പോൾ ഞാൻ ട്രിപ്പിൻ്റെ പരിപാടിയും കാര്യങ്ങളുമായിട്ടൊന്നുമല്ല. ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കുറച്ച് ലൊട്ടിലൊടുക്ക് പരിപാടിയായിട്ട് ഇറങ്ങിയതാണ്. വേറൊന്നുമല്ല, നമ്മളെല്ലാവരും യാത്ര ചെയ്യുമ്പോൾ അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇപ്പം മിക്ക ആൾക്കാരും യൂട്യൂബിൽ വ്ളോഗുകളും മറ്റും ചെയ്യാനുണ്ട്. പുതിയ ഗോപ്രോ മേടിക്കണമെങ്കിൽ തന്നെ ഹീറോ 7 ഒരു 30-നും ഒക്കെ ഇടയിലാണ് ഇതിൻ്റെയൊക്കെ വില വരുന്നത്. ഇപ്പോൾ സാധാരണക്കാരായ എന്നെപ്പോലുള്ള ആൾക്കാർക്കൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 10-30,000 രൂപ മുടക്കി ഒരു ഗോപ്രോയൊന്നും മേടിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആലോചിച്ച് ചെയ്യുന്നപ്പോഴാണ് എന്ത് ചെയ്യും ഇങ്ങനെ നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗോപ്രോ എങ്ങനെ സെറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് മൊബൈലിൽ എടുക്കണമെങ്കിൽ തന്നെ ഞാൻ ആദ്യം ഒരു മൊബൈൽ ഹോൾഡർ മേടിച്ചിട്ട് ഞാൻ എൻ്റെ വണ്ടിയുടെ ഹാൻഡിൽ ബാറിൽ സെറ്റ് ചെയ്തു. ഹാൻഡിൽ ബാറിൽ സെറ്റ് ചെയ്ത ശേഷം അതിൽ മൊബൈൽ വെച്ച് കുറച്ചൊക്കെ ഷൂട്ട് ചെയ്ത് നോക്കി. പക്ഷേ എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ ചാട്ടത്തിനനുസരിച്ച് ഭയങ്കര ജെർക്കിങ് ആയിരിക്കും, വീഡിയോ ഒന്നും നല്ല രീതിയിൽ കിട്ടണുണ്ടായില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആൽബിൻ മാത്യു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ്റെ കയ്യിലൊരു ഹെൽമെറ്റിൽ വയ്ക്കുന്ന ചിൻ പാഡിൽ വയ്ക്കുന്ന ഒരു ഹോൾഡർ കണ്ടു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് കത്തി എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടി. പറഞ്ഞ ചിൻ പാഡ് ഞാനങ്ങ് വരത്തി. ഞാനത് കാണിച്ചു തരാം. ഇതാണ്, ഇതിന് 955 രൂപയാണ് ഇതിൻ്റെ വില. ഇത് പല ഡിസ്കൗണ്ടിലൊക്കെ വന്നായിരുന്നു, പക്ഷേ ഞാൻ മേടിക്കുന്ന സമയത്ത് ഏറ്റവും റേറ്റ് കുറഞ്ഞത് 920 രൂപയുടെയും പിന്നെ ഒരു 955 രൂപയുടെയും ആയിരുന്നു. അപ്പോൾ ഈ സാധനം ഞാൻ കയ്യോടുകൂടി മേടിച്ചു. വേറൊന്നുമല്ല, നമ്മൾ മറ്റേ ഗോപ്രോ പോലുള്ള സാധനങ്ങൾ വെക്കുമ്പോൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഡബിൾ സൈഡ് ടേപ്പുള്ളൊരു സാധനമാണ് അത് മുകളിൽ വയ്ക്കുന്നത്. മിക്കവരും അതും MCയിലും മറ്റൊക്കെ വെച്ച് ഉറപ്പിച്ചാണ് വയ്ക്കാറ്. പിന്നെ ഇതിലൊരു ഗമ്മ് അതിൻ്റെ പിറകിലും ഇതുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒട്ടിച്ചിട്ട് അത് ചൂട് കാരണമാണെന്ന് തോന്നുന്നു അത് പൊളിഞ്ഞ് പുറത്തേക്ക് പോകുന്നു അത്. അപ്പം ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ മേടിച്ച സാധനമാണ് ഇത്. ആമസോണിൽ കിട്ടും ഇത് മേടിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് മറ്റേ ട്രൈപോഡിൽ സെറ്റ് ചെയ്യാം, 2 ടൈപ്പിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വലിച്ചിട്ട് കഴിഞ്ഞാൽ മൊബൈൽ കൂളായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ ആദ്യം ഇത് ഫിറ്റ് ചെയ്യാൻ ആലോചിച്ചത് ഹെൽമെറ്റിൻ്റെ മുകളിൽ മറ്റേ 3mm ഇത് വെച്ചിട്ട് അതിൽ മൊബൈൽ വെച്ചിട്ട് എടുക്കാമെന്നാണ്. അപ്പോൾ അത് എനിക്ക് അത്ര സേഫ്റ്റി തോന്നിയില്ല. പിന്നെ എന്നെപ്പോലുള്ളവരുടെ ഗോപ്രോ ആണ് ഇതുപോലെ ഉള്ള മൊബൈൽ ഫോൺസ് എന്ന് പറയുന്നത്. പല വീഡിയോസും എല്ലാം എടുക്കുന്നത് ഇതിലാണ്. ഇപ്പോൾ 3 ക്യാമറയുള്ളത്, വൈഡ് ലെൻസ് ഒക്കെ വന്നുകൊണ്ട് അത്യാവശ്യം ഒരു ഗോപ്രോയുടെ ഇത് തന്നെ മിക്ക മൊബൈലുകളിലും കിട്ടും, വൈഡ് ലെൻസിലൊക്കെ ഇട്ടെടുക്കുമ്പോൾ. അപ്പം നമുക്കിത് സെറ്റ് ചെയ്യണത് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതങ്ങോട്ട് പൊട്ടിക്കാം. ഇതാണ് സംഭവം. ഇതിൻ്റെ ഒപ്പം ഒരു എക്സ്ട്രാ വള്ളിയുണ്ട്. ഇത് ഇനി എവിടെയെങ്കിലും കെട്ടാനാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ഇത് ക്ലിപ്പ് ഇങ്ങനെ ലോക്ക് ചെയ്യണ ക്ലിപ്പാണ്. ഇത് ഇതിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് ഇത് ലോക്ക് ചെയ്യാനാണിത്. ഇങ്ങനെ പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യണതാണ് സംഭവം. ഇതിൻ്റെ പിറകിലൊരു റബ്ബറിൻ്റെ പാഡിങ് ആട്ടോ, കണ്ടില്ലേ? നമുക്ക് ഹെൽമെറ്റ് എടുക്കാം. ഇതാണ് ഞാൻ യൂസ് ചെയ്യണ ഹെൽമെറ്റ്. സ്റ്റഡ്സിൻ്റെ ഹെൽമെറ്റാണിത്. സ്റ്റഡ്സിൻ്റെ നിഞ്ച എലൈറ്റ് എന്ന് പറഞ്ഞൊരു ഹെൽമെറ്റാണിത്. ISI സർട്ടിഫൈഡാണ്. പിന്നെ ഇത് ഫ്രണ്ട് മാസ്ക് ഒപ്പം ഓപ്പൺ ചെയ്യാൻ മാത്രമുള്ള ഒരു ഹെൽമെറ്റാണിത്. നമുക്ക് സെറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ സംഭവം. വെറുതെ ഈ ക്ലിപ്പിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക, ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോക്കായി.
ഇതിന് നീളം കൂടുതലുണ്ട്, നല്ല നീളം കൂടുതലുണ്ട്. വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ ചെറുത് തന്നേക്കണത് അതിന് വേണ്ടിയിട്ടാണ് തോന്നുന്നത്, നീളം കുറവുള്ളതാണെന്ന് തോന്നുന്നത്. നീളം കുറവുള്ള ഒരു ഇതും കൂടി തന്നിട്ടുണ്ട് അതിൻ്റെ ഒപ്പം. ഇപ്പോൾ ഇത്രയും വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇവിടെ സെറ്റായി, അനങ്ങൂല. പിന്നെ സേഫ്റ്റിക്ക് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്നും കൂടി ശരിക്കും പ്രസ് ചെയ്ത് വയ്ക്കുമോ, അല്ലെങ്കിൽ കെട്ടുമോ, അല്ലെങ്കിൽ ഒട്ടിക്കുമോ, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഒന്നും ചെയ്യണ്ട. ഇതിപ്പോൾ നല്ല സ്ട്രോങ് ആണ്, കണ്ടിട്ട് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്, അനങ്ങത്തില്ല. ഇനി ഇപ്പോൾ ഹെൽമറ്റിൻ്റെ ചിന്നിൽ ആ സാധനം ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുമ്മ ഫിറ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ റെഡിയാക്കാം. ഇത് ഈ സാധനം അതിൻ്റെ ഒപ്പം തന്നെ വന്ന ഒരു മൗണ്ടാണ്. പക്ഷേ ഇതിൻ്റെ മറ്റേ ഈ സ്ക്രൂ അതിലുണ്ടായില്ല, അതും ഉണ്ടായില്ല. അത് ഭാഗ്യത്തിന് ഞാൻ പറഞ്ഞത് നേരത്തെ ഒരു SJ മേടിച്ചപ്പോൾ അതിൻ്റെ ഒപ്പം ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടിയായിരുന്നു. ഇതും ഓൺലൈനിൽ മേടിക്കാൻ കിട്ടുന്നതാണ്, ഇതും സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടും. അപ്പോൾ നമ്മളിനി ഈ സാധനം ഇതിൽ പിടിപ്പിക്കാനുള്ള പരിപാടി നോക്കുക. ഗോപ്രോ ഒക്കെ യൂസ് ചെയ്യുന്ന ടീംസ് യൂസ് ചെയ്യണതാണ് ഈ ഹെഡ്, റൊട്ടേറ്റിംഗ് ഹെഡാണിത്. ഇതിൻ്റെ ഒപ്പം വെച്ചിങ്ങനെ ടൈറ്റ് ചെയ്യാം. അതിനുശേഷം നേരത്തെ പറഞ്ഞ നമ്മുടെ ഈ നേരത്തെ മേടിച്ച ഹോൾഡർ നമ്മളിതിൽ സെറ്റ് ചെയ്യാം. ഇപ്പം ഏകദേശം നമ്മുടെ മൊബൈൽ വെക്കാൻ പാകത്തിനായി. നമുക്ക് മൊബൈൽ ഇതിൽ സെറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതിപ്പോൾ വൈഫിൻ്റെ മൊബൈലാണ്, എൻ്റെ മൊബൈലിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ മൊബൈലില്ല, അതുകൊണ്ട് ഈ മൊബൈൽ വയ്ക്കണേ. നമുക്കിനി ഇത് വെച്ചിട്ട് ഓടിച്ച് നോക്കാൻ നേരത്ത് എൻ്റെ മൊബൈൽ തന്നെ വെച്ചിട്ട് ഓടിച്ച് നോക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം. ഈ സാധനം വയ്ക്കുക, ഇതിലേക്ക് മൊബൈൽ വയ്ക്കുക, നമുക്ക് വെക്കേണ്ട ആംഗിളിൽ പയ്യെ വെച്ചിട്ട് ഏകദേശം ആംഗിൾ സെറ്റ് ചെയ്യുക യൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് ജസ്റ്റ് മൊബൈൽ ഓൺ ചെയ്ത് ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓടിച്ച് നോക്കിയിട്ട് വരാം, എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. ഒയ്യോ, പണി കിട്ടി.
സ്റ്റേഡിയത്തിൽ പുതിയതായിട്ടൊരു ഓപ്പൺ ജിം വന്നിട്ടുണ്ട്. രാവിലെ മാത്രമുള്ള താൽക്കാലിക പച്ചക്കറി കടകളാണ്. നല്ല റോഡായിരുന്നു. എന്തിൻ്റെ പണിയാ? സംഭവം എങ്ങനെയുണ്ട്? പൊളിയല്ലേ? 1400 1500 രൂപ താഴെയിൽ നിങ്ങൾക്ക് ഗോപ്രോ സ്റ്റൈലിൽ ഹെൽമെറ്റിൽ മൊബൈൽ തന്നെ വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്ത് ഒരു ഗോപ്രോൻ്റെ ഒരു സെറ്റപ്പ് മൊബൈലിൽ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായും ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ ഇതിനേക്കാളും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ എന്തായാലും സംഭവം എനിക്കിഷ്ടപ്പെട്ടു. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര സുഖമാണ്. എനിക്ക് വേറെ ക്യാമറ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റെ മൊബൈലിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ എൻ്റെ ഇതുപോലെ മൊബൈലിൽ മാത്രം വീഡിയോസ് ഷൂട്ട് ചെയ്ത് തരുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. ഇഷ്ടംമാതിരി പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെല്ലാവരും നല്ല നല്ല മൊബൈലിലാണ് ചെയ്യണത്. അപ്പോൾ മറ്റേ ഒട്ടിക്കേണ്ട സാധനത്തിലാണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് വെച്ചിട്ട് മൊബൈൽ അതിൽ വെക്കാൻ പറ്റില്ല. വെയിറ്റ് കാരണോ അല്ലെങ്കിൽ ഷെയ്ക്ക് കാരണോ ആ 3mm ആ ഗമ്മങ്ങ് പറഞ്ഞ് പോയി കഴിഞ്ഞു നമ്മുടെ മൊബൈലും പോവും. നമ്മൾ ചിലപ്പോൾ ഓഫ് റോഡ് എങ്ങനെയൊക്കെയാണ് കയറണമെന്നുണ്ടെങ്കിൽ അറിയാനും കൂടി പറ്റില്ല. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരും. അത് ചിലപ്പോൾ ട്രാവൽ വീഡിയോ ആയിരിക്കും. അപ്പോൾ ട്രാവൽ വീഡിയോ ഞാൻ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഞാൻ ഇതിലായിരിക്കും ഞാൻ ഷൂട്ട് ചെയ്യുക എന്നുള്ളത്.